ഡൈവേഴ്സിറ്റി ആൻഡ് ഡിസ്ക്രിമിനേഷൻ. കഴിഞ്ഞ ക്ലാസ്സിൽ ഡൈവേഴ്സിറ്റിയെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. ഇനി നമുക്ക് ഡിഫറൻസിനെ കുറിച്ച് നോക്കാം. അതായത് ചില വ്യക്തികൾ അല്ലെങ്കിൽ ഒരു കൂട്ടം വ്യക്തികളെ മറ്റുള്ളവർ കളിയാക്കുകയോ ചില ഗ്രൂപ്പുകളിൽ ഉൾപ്പെടുത്താതെ ചില പ്രത്യേക പ്രവൃത്തികളിൽ നിന്നും ഒഴിവാക്കി നിർത്തുകയോ ചെയ്യുന്നത് കാണാൻ സാധിക്കാറുണ്ട്. എങ്ങനെയാണ് ഇത്തരത്തിൽ സമൂഹത്തിൽ വേർതിരിവുണ്ടാവുന്നത് എന്ന് നോക്കാം. ഡിഫറൻസ് ആൻഡ് പ്രജുഡൈസ്, വ്യത്യാസവും മുൻവിധിയെക്കുറിച്ചുമാണ് ഇനി പറയുന്നത്. നമ്മൾ ഓരോരുത്തരും എന്താണെന്ന് മനസ്സിലാക്കുന്നത് നമ്മുടെ ഭക്ഷണം, നാം ജീവിക്കുന്നത് എങ്ങനെ, എന്തെല്ലാം ഭാഷകളാണ് നമ്മൾ സംസാരിക്കുന്നത്, എന്തെല്ലാം വിനോദങ്ങളിൽ നാം ഏർപ്പെടുന്നു, നമ്മുടെ ആഘോഷങ്ങൾ എന്തെല്ലാമാണ്, നമ്മുടെ വസ്ത്രധാരണം എത്തരത്തിലാണ് എന്നതൊക്കെ അനുസരിച്ചാണ്. നാം ജീവിക്കുന്ന പ്രദേശത്തിൻ്റെ ഭൂമിശാസ്ത്രവും ചരിത്രവുമെല്ലാം ഈ പറഞ്ഞ കാര്യങ്ങളിൽ സ്വാധീനം ചെലുത്താറുണ്ട്. നമ്മുടെ ഇന്ത്യയിൽ 8ലധികം പ്രമുഖ മതങ്ങൾ നിലവിലുണ്ട്. അതേപോലെ 1600ലധികം മാതൃഭാഷകൾ സംസാരിക്കുന്ന ജനങ്ങളും ഇന്ത്യയിലുണ്ട്. നൂറുകണക്കിന് നൃത്തരൂപങ്ങൾ ഇന്ത്യയിലുണ്ട്. ഇത്രയധികം വൈവിധ്യങ്ങൾ ഇന്ത്യയിലുണ്ട് എങ്കിലും ഇവയെല്ലാം തന്നെ നാം ആഘോഷിക്കുകയോ മുൻനിരയിലേക്ക് എത്തിപ്പെടുകയോ ചെയ്തിട്ടില്ല. കാരണം നമ്മളെപ്പോലെ സംസാരിക്കുക, വസ്ത്രം ധരിക്കുക, ചിന്തിക്കുക തുടങ്ങിയ ആളുകളുമായി ഇടപഴകുമ്പോഴാണ് നാം കൂടുതൽ സുരക്ഷിതരായിട്ട് ഇരിക്കുന്നത്. വ്യത്യസ്തരായ ആളുകളെ കാണുമ്പോൾ നമുക്ക് അപരിചിതത്വം തോന്നാറുണ്ട്. എന്തുകൊണ്ടാണ് അവർ വ്യത്യസ്തരായിരിക്കുന്നത് എന്നതിൻ്റെ കാരണം നാം അന്വേഷിക്കാറില്ല. ആളുകൾക്ക് പൊതുവെ അവരിൽ നിന്നും വ്യത്യസ്തരായിരിക്കുന്നവരെ കുറിച്ച് ചില മനോഭാവങ്ങളും അഭിപ്രായങ്ങളും വെച്ചു പുലർത്തുകയും അതിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യാറുണ്ട്. ഉദാഹരണമായിട്ട് ഗ്രാമത്തിൽ ജീവിക്കുന്നവരെയും നഗരത്തിൽ ജീവിക്കുന്നവരെയും എടുക്കാം. ഗ്രാമത്തിൽ ജീവിക്കുന്ന ജനങ്ങളെ അവരെക്കുറിച്ച് ചില മുൻവിധികളുണ്ട്. അതായത് പകുതിയിലധികം ജനങ്ങളും ജീവിക്കുന്നത് ഗ്രാമങ്ങളിലാണ് എന്നുള്ളൊരു വിശ്വാസമുണ്ട്. പിന്നെ അവർ ആരോഗ്യം പരിപാലിക്കാത്തവരും അന്ധവിശ്വാസികളുമാണ്. അവർ പിന്നോക്കാവസ്ഥയിലാണ് ജീവിക്കുന്നതെന്നും മോഡേൺ കാർഷിക സാങ്കേതിക വിദ്യകളൊന്നും ഉപയോഗിക്കാൻ താല്പര്യപ്പെടുന്നില്ല. പോരാത്തതിന് വിളവെടുപ്പ് കാലയളവില് കർഷകർ 12 മുതൽ 14 മണിക്കൂറുകൾ വരെ അവർ ജോലി ചെയ്യുന്നു. ജോലി തേടി നഗരങ്ങളിലേക്ക് പലായനം ചെയ്യാൻ ഗ്രാമവാസികൾ നിർബന്ധിതരാകുന്നു. തുടങ്ങിയവയൊക്കെ അവരെക്കുറിച്ചുള്ള മുൻവിധികളാണ്. ഈ നഗരവാസികളെ കുറിച്ച് നോക്കുകയാണെങ്കിൽ അവരെക്കുറിച്ചുള്ള മുൻവിധികൾ എന്താണെന്നാൽ, നഗരത്തിലെ ജീവിതം വളരെ എളുപ്പമുള്ളതാണ്, അവർ മോശക്കാരും അലസരുമാണ്, നഗരത്തിൽ ജീവിക്കുന്നവർക്ക് പരസ്പരം സമയം ചെലവഴിക്കാൻ വളരെ കുറച്ച് സമയം മാത്രമേ ലഭിക്കാറുള്ളൂ, നഗരവാസികൾ പണത്തിനാണ് മൂല്യം കൊടുക്കുന്നത്, മനുഷ്യനല്ല, നഗരങ്ങളിൽ ജീവിക്കുന്നത് വളരെ ചിലവേറിയ കാര്യമാണ്, സമ്പാദിക്കുന്നതിൻ്റെ ഭൂരിഭാഗവും യാത്രാ ചെലവിനും വാടകയ്ക്കുമായി ചിലവാക്കുന്നു. ഇത്തരത്തിലുള്ള ചില മുൻവിധികളും നഗരവാസികൾ വിശ്വസിക്കാൻ കൊള്ളാത്തവരാണ്, അവർ സൂത്രശാലികളാണ്, അഴിമതിക്കാരാണ്. ഇത്തരത്തില് മുൻവിധികൾ നിരവധിയാണ് നഗരവാസികളെ കുറിച്ച്. പ്രജുഡൈസ്. എന്താണ് പ്രജുഡൈസ്? മറ്റുള്ളവരെ മോശമായ രീതിയിൽ വിധിക്കുകയും തരം താണ രീതിയിൽ അവരെ കാണുകയും ചെയ്യുക എന്നതാണ് മുൻവിധി അഥവാ പ്രജുഡൈസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മറ്റൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നാം ധരിച്ചു വച്ചിരിക്കുന്നത് ഏറ്റവും മികച്ച ലാംഗ്വേജ് ഇംഗ്ലീഷ് ആണെന്നാണ്. മറ്റു ഭാഷകളെ നാം തരം താണ രീതിയിലാണ് കാണുന്നത്. ഇംഗ്ലീഷ് ഭാഷ അറിയാവുന്നവനെ നാം ബഹുമാനിക്കുകയും മറ്റുള്ളവരെ മോശം രീതിയിൽ കാണുകയും ചെയ്യുന്നു. എന്നാൽ ഇംഗ്ലീഷ് വെറുമൊരു സാധാരണ ഭാഷയാണെന്നും മനസ്സിലാക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നില്ല. ഒരുപാട് കാര്യങ്ങളിൽ നാം മറ്റുള്ളവരെ മുൻവിധിയോടെ കാണാറുണ്ട്. മതപരമായ വിശ്വാസങ്ങളെ, തൊലിയുടെ നിറത്തെ, ജീവിക്കുന്ന പ്രദേശത്തെ, അവരുടെ സംസാര രീതിയെ, വസ്ത്രധാരണത്തെ ഒക്കെ തന്നെയും മുൻവിധിയോടെ നാം കാണുകയും നമ്മുടെ മുൻവിധികൾ ശരിയാണെന്ന് ശക്തമായി ഉറപ്പിക്കുകയും അവരുമായി യാതൊരു ബന്ധവും സ്ഥാപിക്കാതിരിക്കുകയും അവരെ പല സമയങ്ങളിലും പല സാഹചര്യങ്ങളിലും പല രീതിയിലും ദ്രോഹിക്കാൻ നോക്കുകയും ചെയ്യാറുണ്ട്. ക്രിയേറ്റിംഗ് സ്റ്റീരിയോടൈപ്സ്.
അതായത് ജെൻഡർ ഡിഫറൻസ് അഥവാ ലിംഗവ്യത്യാസം നമുക്കെല്ലാം അറിയാവുന്ന കാര്യമാണ്. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും പൊതുവെ അവരുടെ സ്വഭാവം ഇത്തരത്തിലായിരിക്കണമെന്നൊരു മുൻവിധിയുണ്ട്. അതായത് ചെറിയ ആൺകുട്ടികൾ വീടുകളിലും മറ്റും വീഴുകയും കരയുകയും മറ്റും ചെയ്യുമ്പോൾ മുതിർന്നവർ പറയാറുണ്ട്, നീ കരയരുത്, ആൺകുട്ടികൾ ധൈര്യശാലികളാണ്, അവർ കരയരുത് എന്ന്. ഇത്തരത്തിലുള്ളൊരു സ്റ്റേറ്റ്മെന്റ് അവരുടെ മേൽ അടിച്ചേൽപ്പിക്കുന്നത് മൂലം കരയേണ്ട ഒരു സാഹചര്യത്തിൽ പോലും അവൻ അത് തടഞ്ഞു നിർത്തേണ്ടതായിട്ട് വരികയും കരയുന്നത് ഒരു ബലഹീനതയായി അവൻ കണക്കാക്കുകയും തുടർന്ന് വളർന്ന് വരുന്ന സാഹചര്യത്തിൽ ഒരിക്കലും മറ്റുള്ളവർക്ക് മുൻപിൽ കരയാതിരിക്കുകയും കരഞ്ഞാൽ തന്നെ മറ്റുള്ളവർ പരിഹസിക്കും എന്ന ധാരണ ഉടലെടുക്കുകയും ചെയ്യുന്നു. ഇത്തരത്തിലുള്ള ഓരോ പ്രസ്താവനകൾ സ്ഥിരമായി കേൾക്കുന്നത് മൂലം അതിനെക്കുറിച്ച് ചിന്തിക്കുക പോലും ചെയ്യാതെ അംഗീകരിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു രീതിയാണ് നമ്മൾ കണ്ടുവരുന്നത്. പെൺകുട്ടികളും ആൺകുട്ടികളും ഇങ്ങനെയാണ് എന്നൊരു കണ്ടീഷൻ സ്ഥിരമായി പറഞ്ഞ് സ്ഥാപിച്ചു വെച്ചിട്ടുണ്ട്. അതേപോലെ ചില രാജ്യങ്ങളിലുള്ള ജനങ്ങൾ അലസരായിരിക്കും, ക്രിമിനൽസ് ആയിരിക്കും തുടങ്ങിയ തരത്തിലുള്ള സ്റ്റീരിയോ ടൈപ്പിങ്ങും നിലവിലുണ്ട്. മോശപ്പെട്ട സ്വഭാവമുള്ള ആളുകൾ എല്ലായിടത്തും, എല്ലാ രാജ്യങ്ങളിലും, എല്ലാ മതത്തിലും, എല്ലാ സമൂഹത്തിലുമുണ്ട്. അതിൽ സമ്പന്നനെന്നോ ദരിദ്രനെന്നോ സ്ത്രീയെന്നോ പുരുഷനെന്നോ വ്യത്യാസമില്ല. എന്നാൽ ചില ആളുകൾക്ക് എല്ലാവരും സമന്മാരാണ് എന്ന് ചിന്തിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. ഓരോ വ്യക്തിയും വ്യത്യസ്ത വ്യക്തിത്വങ്ങളാണെന്ന് അവർക്കും അവരുടേതായ ഗുണങ്ങളും കഴിവുകളും മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തരായിരിക്കുമെന്നും മനസ്സിലാക്കാൻ സ്റ്റീരിയോ ടൈപ്പ് മൂലം നമുക്ക് സാധിക്കാറില്ല. ഒരു വലിയ വിഭാഗം ആളുകളെ ഇത്തരത്തിൽ ഒരു പ്രത്യേക ചട്ടക്കൂടിൽ ഇട്ടിരിക്കുന്നതിനാൽ അവർക്ക് ചില കാര്യങ്ങൾ ചെയ്യുന്നതിൽ നിന്നും തടയപ്പെട്ടിരിക്കുന്നു. ഇനിക്വാളിറ്റി ആൻഡ് ഡിസ്ക്രിമിനേഷൻ, അസമത്വവും വിവേചനവും എന്താണെന്ന് നോക്കാം. വിവേചനം എവിടെയാണ് സംഭവിക്കുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് സംഭവിക്കുന്നത് എന്ന് നോക്കിയാൽ മുൻവിധികളോട് കൂടിയും സ്റ്റീരിയോ ടൈപ്പിങ്ങിലൂടെയും മറ്റുള്ള വ്യക്തികളെ കാണുന്നതിലൂടെയാണ്. ഏതൊക്കെ രീതിയിൽ ഡിസ്ക്രിമിനേഷൻസ് അഥവാ വിവേചനം നടക്കുന്നു നോക്കിയാൽ ചില ജോലികളിൽ നിന്നും ഒഴിവാക്കുക, അയൽബന്ധം സ്ഥാപിക്കാതിരിക്കുക, ഒരേ കിണറ്റിൽ നിന്നോ പൈപ്പുകളിൽ നിന്നോ വെള്ളം എടുക്കുന്നതിനെ തടയുക, പൊതു ഇടത്തിൽ ഒരേ പാത്രത്തിൽ നിന്നും ആഹാരം ഭക്ഷിക്കുന്നത് തടയുക, ഇവയെല്ലാം വിവേചനങ്ങളാണ്. മറ്റുള്ളവരുടെ ഭാഷ, മതാചാരങ്ങൾ, സാമ്പത്തികം, വസ്ത്രധാരണം തുടങ്ങിയവയെ തരം താണ രീതിയിൽ കാണുന്നതാണ് ഇത്തരത്തിലുള്ള വിവേചനങ്ങൾക്ക് കാരണമായി തീരുന്നത്. ഇത്തരം വിവേചനം അനുഭവിക്കുന്നവരിൽ ഒന്നാമതായി നിൽക്കുന്നത് ട്രൈബൽസ് അഥവാ ആദിവാസി വിഭാഗമാണ്. വിവേചനം നേരിടുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് നോക്കാം. ചെയ്യുന്ന ജോലിയെ അടിസ്ഥാനമാക്കി ആളുകളെ ഉയർന്നവരെന്നും താഴെക്കിടയിലുള്ളവരെന്നും വിലയിരുത്താറുണ്ട്. വൃത്തിയാക്കൽ ജോലികൾ ചെയ്യുന്നവര് എന്നും സമൂഹത്തിൽ വിലയില്ലാത്തവരും തൊട്ടുകൂടാത്തവരുമാണ് എന്നാണ് വിലയിരുത്തൽ. ഇതിന് കാരണം ജാതി വ്യവസ്ഥയാണ്. ജാതി ശ്രേണിയിൽ ഏറ്റവും താഴെയുള്ളവരാണ് ഇത്തരം ജോലികളിൽ ഏർപ്പെടുന്നത്. ജാതി വ്യവസ്ഥ അനുസരിച്ച് മുകൾ ശ്രേണിയിലുള്ളവർ, അതായത് ബ്രാഹ്മണർ, ക്ഷത്രിയർ, വൈശ്യർ തുടങ്ങിയവർ സവർണരും, ശൂദ്രർ അഥവാ അഴുക്കുകൾ വൃത്തിയാക്കുന്നവർ, ചത്ത ജന്തുക്കളെ മറ്റും എടുത്തുകൊണ്ട് പോകുന്നവര് അവർണരുമാണ്, അതായത് തൊട്ടുകൂടാത്തവർ. ഇവർ സമൂഹത്തിൽ ജാതി വ്യവസ്ഥയിൽ താഴെ ശ്രേണിയിൽ പെട്ടവരായതിനാൽ ദളിതർ എന്നാണ് ഇവരെ വിളിക്കുന്നത്. ദളിത് എന്ന വാക്കിനർത്ഥം തകർന്നവർ എന്നാണ്. പലതരത്തിലുള്ള മുൻവിധികൾക്കും സ്റ്റീരിയോ ടൈപ്പിങ്ങിനും ഇരയായി തകർക്കപ്പെട്ട ജീവിതമാണ് ദളിതരുടേത്. അതുകൊണ്ട് തന്നെ അവരുടെ ഉയർച്ചയ്ക്കായി ഗവൺമെന്റ് ഷെഡ്യൂൾഡ് കാസ്റ്റ് SC എന്നൊരു വിഭാഗത്തിൽ പെടുത്തിയാണ് അവരെ സംരക്ഷിക്കുന്നത്. ദളിതർക്ക് വേണ്ടി സംസാരിക്കുകയും അവരെ ഉയർത്തിക്കൊണ്ടുവരികയും ചെയ്ത നേതാക്കളിൽ പ്രമുഖനാണ് ഡോക്ടർ BR അംബേദ്കർ. അദ്ദേഹം ഇന്ത്യൻ ഭരണഘടന അഥവാ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ പിതാവ് എന്നാണ് അറിയപ്പെടുന്നത്. ദളിത് സമൂഹത്തിന്റെ അവകാശങ്ങൾക്കായി പോരാടിയ വ്യക്തിയാണ് അദ്ദേഹം. അദ്ദേഹം ജനിച്ചത് മഹർ ജാതിയിലാണ്. തൊട്ടുകൂടായ്മയുള്ള അവർണ ജാതിയാണ് മഹർ. ഈ വിഭാഗത്തിന് സ്വന്തമായി ഭൂമിയില്ലാത്ത ദരിദ്ര വിഭാഗമായിരുന്നു. കൂടാതെ അവരുടെ മക്കൾ അതേ ജോലികൾ ചെയ്ത് അവരെ പിന്തുടരുക എന്നൊരു രീതിയായിരുന്നു കണ്ടുവന്നിരുന്നത്. അവർ ഗ്രാമങ്ങൾക്ക് പുറത്താണ് താമസിച്ചിരുന്നത്. ഗ്രാമങ്ങൾക്കുള്ളിലേക്ക് അവർക്ക് പ്രവേശനം ഉണ്ടായിരുന്നില്ല.
മഹർ ജാതിയിൽ നിന്നും ആദ്യമായി കോളേജ് പഠനം പൂർത്തിയാക്കുകയും ഇംഗ്ലണ്ടിൽ പോയി വക്കീലാകുകയും ചെയ്ത ആദ്യത്തെ വ്യക്തിയാണ് ഡോക്ടർ അംബേദ്കർ. ദളിത് കുട്ടികളെ സ്കൂളിലേക്ക് അയക്കുകയും കോളേജിലേക്കും മറ്റും വിദ്യാഭ്യാസത്തിനായി പറഞ്ഞയക്കുന്നതിന് വിവിധ ഗവൺമെന്റ് ജോലികളിൽ പ്രവേശിക്കുന്നതിനും അദ്ദേഹം ദളിതരെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരുന്നു. ദളിതരെ ക്ഷേത്രത്തിൽ പ്രവേശിപ്പിക്കുന്നതിനുള്ള പരിശ്രമങ്ങൾക്ക് അദ്ദേഹം നേതൃത്വം നൽകിയിരുന്നു. എല്ലാ അംഗങ്ങളെയും തുല്യരായി കണക്കാക്കുന്ന മതമായ ബുദ്ധമതത്തിലേക്ക് അദ്ദേഹം പിന്നീട് പരിവർത്തനം ചെയ്തു. ദളിതർ ജാതി വ്യവസ്ഥയ്ക്കെതിരെ പോരാടണമെന്നും സമൂഹത്തിൽ അവർക്ക് ബഹുമാനം കിട്ടണമെന്നും ഡോക്ടർ BR അംബേദ്കർ ആഗ്രഹിച്ചു. സ്ട്രൈവിംഗ് ഫോർ ഇക്വാളിറ്റി, സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള, സമത്വത്തിനു വേണ്ടിയുള്ള പോരാട്ടം. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം ബ്രിട്ടീഷുകാർക്കെതിരെ മാത്രം ഉണ്ടായതല്ല. സമൂഹത്തിലെ ജാതി വർണ്ണ വർഗ വിവേചനത്തിനെതിരായി ദളിതർ, സ്ത്രീകൾ, ആദിവാസികൾ, കൃഷിക്കാർ തുടങ്ങിയവർ നടത്തിയ സമരം കൂടിയാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം. ഈ സമരത്തിന്റെ ഫലമായി നിരവധി ദളിതർക്ക് ക്ഷേത്രത്തിൽ പ്രവേശിക്കുന്നതിനും പുരുഷന്മാരെ പോലെ തന്നെ സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം നേടുന്നതിനും കർഷകർക്കും ആദിവാസികൾക്കും പണപ്പിരിവുകാരിൽ നിന്നും മോചനം ലഭിക്കുകയും കൂടുതൽ പലിശയിൽ നിന്നും രക്ഷപ്പെടുകയും ചെയ്തു. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം ഇന്ത്യയിലെ എല്ലാ അസമത്വങ്ങളും നീക്കം ചെയ്യാനും എല്ലാവർക്കും ഒരേ നീതി ഉറപ്പാക്കാനും നിലവിൽ വന്നതാണ് ഇന്ത്യൻ ഭരണഘടന. അൺടച്ചബിലിറ്റി അഥവാ തൊട്ടുകൂടായ്മയെ കുറ്റമായി കണക്കാക്കുകയും നിയമം മൂലം നിരോധിക്കുകയും ചെയ്തു. ഏത് ജോലി ചെയ്യുന്നതിനും, ഏത് മതത്തിൽ വിശ്വസിക്കുന്നതിനും, ഏത് ഭാഷ സംസാരിക്കുന്നതിനും, ഏത് ആഘോഷങ്ങൾ ആഘോഷിക്കുന്നതിനും, അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കുന്നതിനുമൊക്കെയുള്ള സ്വാതന്ത്ര്യം ഭരണഘടന ഉറപ്പു നൽകി. എല്ലാ മതങ്ങളെയും ഒരേപോലെ പരിഗണിക്കുന്ന ഒരു മതേതര രാഷ്ട്രമായി ഇന്ത്യ നിലനിൽക്കുമെന്ന് ഭരണഘടന ഉറപ്പു നൽകി. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖമായ പ്രിയാമ്പിളിൽ എന്താണ് പറയുന്നത് നോക്കാം. ഭാരതത്തിലെ ജനങ്ങളായ നാം ഭാരതത്തെ ഒരു പരമാധികാര സ്ഥിതി സമത്വ മതേതര ജനാധിപത്യ റിപ്പബ്ലിക്കായി സംവിധാനം ചെയ്യുവാനും അതിലെ പൗരന്മാർക്കെല്ലാം സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയവുമായ നീതിയും ചിന്തയ്ക്കും ആശയപ്രകടനത്തിനും വിശ്വാസത്തിനും മതനിഷ്ഠയ്ക്കും ആരാധനയ്ക്കും ഉള്ള സ്വാതന്ത്ര്യവും പദവിയിലും അവസരത്തിലും സമത്വവും സംപ്രാപ്തമാക്കുവാനും അവർക്കെല്ലാം ഇടയിൽ വ്യക്തിയുടെ അന്തസ്സും രാഷ്ട്രത്തിന്റെ ഐക്യവും അഖണ്ഡതയും ഉറപ്പുവരുത്തിക്കൊണ്ട് സാഹോദര്യം പുലർത്തുവാനും സഗൗരവം തീരുമാനിച്ചിരിക്കയാൽ നമ്മുടെ ഭരണഘടന നിർമ്മാണ സഭയിൽ ഈ 1949 നവംബർ 26 ദിവസം ഇതിനാൽ ഈ ഭരണഘടനയെ സ്വീകരിക്കുകയും നിയമമാക്കുകയും നമുക്ക് തന്നെ പ്രദാനം ചെയ്യുകയും ചെയ്യുന്നു. പ്രിയാമ്പിളിൽ പറഞ്ഞിരിക്കുന്ന ഓരോ കാര്യങ്ങളെക്കുറിച്ചും വിശദമായിട്ട് നമ്മൾ വരും ക്ലാസ്സുകളിൽ പറയുന്നു.